ഇമാമുകളെ പിൻപറ്റുന്നവൻ ആരായിരിക്കും? അവർ എന്താണോ ചെയ്തത് അതിനെ പിൻപറ്റുന്നവനായിരിക്കും. അവർ ചെയ്തതുപോലെ ചെയ്യുന്നവനായിരിക്കും. എങ്ങനെ? സവാഉം മിൻ മഅരിഫത്തി ദലീൽ, അവർ പറഞ്ഞിട്ടുള്ള തെളിവുകളെ മനസ്സിലാക്കിക്കൊണ്ട്, വതഖ്ദീമിൽ ഹുജ്ജ, ഹുജ്ജത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട്, വതഹ്കീമിഹാ ഹൈസു കാനത്ത് വമഅമൻ കാനത്ത്, എവിടെയായിരുന്നാലും ആരോടൊപ്പമായിരുന്നാലും ഹുജ്ജത്തിനെ വിധികർത്താവാക്കുക. അപ്പൊ പ്രമാണത്തെ വിധികർത്താവായി സ്വീകരിക്കുക, പ്രമാണത്തിന് മറ്റുള്ളതിനേക്കാൾ മുൻഗണന നൽകുക, തെളിവെന്താണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഏത് നിലക്കാണെങ്കിലും ശരി, പൂർവികന്മാർ പറഞ്ഞതനുസരിച്ച്, ഇമാമുകൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ അവൻ മുത്തബിയാണ്. കാരണം എന്താ? അവിടെ ഇമാമിനെ അവൻ അന്ധമായി അനുകരിച്ചില്ല, മറിച്ച് തെളിവ് നോക്കിയാണ് അവൻ സ്വീകരിക്കുന്നത്. ഫഹാദ യകൂനു മുത്തബിയാൻ ലഹും, ഇങ്ങനെ ചെയ്യുന്നവൻ അവരെ ഇത്തിബായ് ചെയ്തവനാണ്, അനുകരിച്ചവനല്ല. അമ്മാമായ ഇറാലിഹി അനിൽ അസ്ലിൽ ലദീ ഖാമത്ത് അലൈഹി ഇമാമത്തുഹു വയസ്ലുകു ഗൈറ സബീലിഹിം സുമ്മ യദ്ദഇ അന്നഹു മുഅ്തമ്മുൻ ബിഹിം ഫതിൽക അമാനിയുഹും. എന്നാൽ ചില ആളുകൾ ഞങ്ങൾ അവരെ ഇത്തിബായ് ചെയ്യുന്നവരാണ് എന്ന് പറയുന്നു, അവരെ പിൻപറ്റുന്നവരാണ് എന്ന് പറയുന്നു, എന്നാൽ അവരുടെ മാർഗമല്ലാത്ത മാർഗത്തിൽ അവർ പ്രവേശിച്ചിരിക്കുന്നു. അതെന്താ? അവർ ഏതൊരു വഴിക്ക് പോയോ ആ വഴി അവൻ സ്വീകരിച്ചില്ല. അവർ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ഇവൻ സ്വീകരിക്കുന്നത് എങ്കിൽ ഞാൻ മുഖല്ലിദല്ല മുത്തബിയാണ് എന്ന് പറയുന്നവന്റെ വാക്ക് അത് വെറും ചില വ്യാമോഹങ്ങൾ മാത്രമാണ്. ഹാത്തു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ, സൂറത്തുൽ ബഖറ 111 ആയത്തിൽ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ പറയുന്നതിന് തെളിവ് കൊണ്ടുവരൂ എന്ന ആയത്തും ഇവിടെ അദ്ദേഹം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഉദ്ധരിക്കുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നതിന് പകരം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉസൂലിനോട് യോജിക്കുന്നതാണോ എന്ന് പരിശോധിക്കണം. എന്താ ഉസൂല്? ഖുർആൻ, ഹദീസ്, ഖൗലു സഹാബ, സഹാബികളുടെ വാക്ക്, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുക. എന്നാൽ പിഴവ് സംഭവിക്കുകയില്ല. തഖ്ലീദ് അനുസരിച്ച് പണ്ഡിതന്മാരെ അനുകരിച്ച് പ്രവർത്തിക്കുകയോ അങ്ങനെ അനുകരിക്കുന്നതിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവൻ സലഫുകളുടെ മൻഹജിന് എതിര് പ്രവർത്തിക്കുന്നവനാണ്. അതായത് മുഖല്ലിദ് ഒരിക്കലും സലഫുകളുടെ മാർഗം സ്വീകരിച്ചവനല്ല, അതിനെതിര് പ്രവർത്തിക്കുന്നവരാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ പുസ്തകം 102 വാള്യം 137 പേജിൽ പറയുന്നു, യുഖാലു ലിമൻ ഖാല ബിത്തഖ്ലീദ്, അബൂ ഉമറിന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, ഒരാൾ തഖ്ലീദ് അനുസരിച്ച് പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരാളോട് തിരിച്ചങ്ങോട്ട് ചോദിക്കാം, എന്ത്? ലിമ ഖുൽത ബിഹി വഖാലഫ്ത സലഫ ഫീ ദാലിക ഫഇന്നഹും ലം യുഖല്ലിദു, നീ എന്തുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് സ്വീകരിക്കുകയും പൂർവികന്മാർ പറഞ്ഞതിനെതിരാവുകയും ചെയ്യുന്നത്? പൂർവികരായ ആളുകൾ ആരും തഖ്ലീദ് നടത്തിയവരല്ലല്ലോ എന്ന് തഖ്ലീദ് ചെയ്യുന്ന ഒരുത്തനോട് ചോദിച്ചാൽ അവൻ ഒരു പക്ഷേ പറഞ്ഞേക്കാം, ഞാൻ അവരെ അനുകരിക്കുന്നത് ലിഅന്ന കിതാബല്ലാഹി ലാ ഇൽമ ലി ബിതഅ്വീലിഹി വസുന്നത്തി റസൂലിഹി, അല്ലാഹുവിന്റെ ഖുർആനും നബിന്റെ സുന്നത്തും വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിവില്ല, ഞാനത് മനസ്സിലാക്കിയവനല്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ ഒരാളെയാണ് ഞാൻ തഖ്ലീദ് ചെയ്യുന്നത്. ഞാൻ ആരെ തഖ്ലീദ് ചെയ്യുന്നുവോ അയാൾ എന്നേക്കാൾ വിവരമുള്ളവനാണ് എന്നൊരുത്തൻ പറയും. അങ്ങനെ പറയുന്ന ഒരാളോട് തിരിച്ചു ചോദിക്കാനുള്ളത്, പണ്ഡിതന്മാർ ഏതെങ്കിലും വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ചോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ഏകോപിച്ച് ഇജ്മാഅി ഒരു കാര്യവും പറഞ്ഞിട്ടുള്ളതാകാം. അങ്ങനെയാണെങ്കിൽ അത് ഹഖാണ്. എന്നാൽ അവർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ആ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിലാണ് നീ ഒരു പണ്ഡിതനെ അനുകരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ആളുകളൊക്കെ നീ തള്ളിക്കളയുന്നു. ഒരാളെ സ്വീകരിക്കുന്നു, ബാക്കിയുള്ളവരെ നീ തള്ളുന്നു. പക്ഷെ നീ ആരെ സ്വീകരിക്കുന്നുവോ അയാൾ എന്താണ് പറഞ്ഞതെന്ന് തെളിവ് നീ നോക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഫമാ ഹുജ്ജതുക ഫീ തഖ്ലീദി ബഅദിഹിം ദൂന ബഅദിൻ വകുല്ലുഹും ആലിം, കുറച്ച് ആൾക്കാരെ നീ സ്വീകരിച്ചല്ലോ, ഒരാളെ നീ സ്വീകരിച്ചാൽ രണ്ടാമത് സ്വീകരിച്ചു, വേറുള്ള ആളുകളൊക്കെ നീ തള്ളിക്കളഞ്ഞു. ഈ രണ്ടാളുകളുടേതോ അല്ലെങ്കിൽ കുറച്ചാളുകളുടെ സ്വീകരിക്കാൻ നിനക്കുള്ള തെളിവെന്താണ്? മറ്റുള്ളവരുടെ സ്വീകരിക്കാതിരിക്കാൻ നിനക്കുള്ള തെളിവെന്താണ്? നീ ആരെ തഖ്ലീദ് ചെയ്തുവോ ആരെ തഖ്ലീദ് ചെയ്യാതെ വിട്ടുവോ അവരൊക്കെ ആലിമീങ്ങളല്ലേ? എന്നാ പിന്നെ എന്തുകൊണ്ട് നിനക്ക് നീ ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ മാത്രം തഖ്ലീദ് ചെയ്തു? നീ ഒരു പക്ഷേ തഖ്ലീദ് ചെയ്യാതെ അവഗണിച്ചു വിട്ടവനായിരിക്കാം ഒരു പക്ഷേ ഹക്കിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എങ്ങനെയാണ് ഹക്കിലെത്താൻ സാധിക്കുക? അപ്പോ ഈ മുഖല്ലിദ് പറഞ്ഞേക്കാം, ഖല്ലത്തുഹു ലിഅന്നി അഅലം അന്നഹു അലാ സവാബ്, ഞാൻ ആരെയാണോ തഖ്ലീദ് ചെയ്തത് അയാൾ ശരിയിലാണ് എന്നെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് ചോദിക്കാനുള്ളത്, അലിംത ദാലിക ബിദലീലി മിൻ കിതാബില്ലാഹി ഔ സുന്നത്തിൻ ഔ ഇജ്മാ, നീ ആരെ തഖ്ലീദ് ചെയ്തുവോ? ഇപ്പൊ ഇമാം ഷാഫിയെ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഏതെങ്കിലും ഒരാളെ, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഷെയ്ഖിനെ, ഒരു ഷെയ്ഖിനെ പിൻപറ്റി. ഇങ്ങനെ പിൻപറ്റുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട്.
റബീബിന് ഹാദി അൽ മദ്ഖലി, അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾ റബീന്റെ ആളുകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ യഹിയ അൽ ഹജൂരിയെ പിൻപറ്റുന്ന ആളുകൾ യഹിയയുടെ ആളുകൾ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരെയും അവരാരോ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ അവരെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നു. എങ്കിൽ പോലും അവരെ പിൻപറ്റി അതൊരു ഫാൻസ് ആക്കി കൊണ്ടു നടക്കുന്ന, ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഇന്ന സംഘടന പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന മൗലവി പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന എന്റെ അടുത്ത ആള് പറഞ്ഞത്, അയാൾ ശരിയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരുത്തൻ പറഞ്ഞാൽ അവനോട് അബൂ ഉമറിന്റെ വാക്കുദ്ധരിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നത്, ഇന്ന ആള് ശരിയിലാണ് എന്നതിന് നിനക്ക് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ ഇജ്മായിൽ നിന്നോ ഉള്ള തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ എനക്ക് അയാളെ പിൻപറ്റാം. നീ ആരെ തഖ്ലീദ് ചെയ്തുവോ അയാൾ ശരിയിലാണ്. നീ ഒരു സംഘടനയെ പിൻപറ്റി, ഇനി സംഘടന അല്ലാത്ത ഹിസ്ബിയത്തിനെ പിൻപറ്റി, അങ്ങനെയാണ് എന്ന് നിനക്ക് തെളിവുണ്ടെങ്കിൽ എനക്ക് എന്ത് ചെയ്യാം? പിൻപറ്റാം. അപ്പൊ അവൻ പറയും, അതെ എനിക്ക് തെളിവുണ്ട് എന്നാണ് അവൻ പറഞ്ഞതെങ്കിൽ അവന്റെ തഖ്ലീദിനെ അവൻ തന്നെ പൊളിച്ചിരിക്കുന്നു. ഓ മുഖല്ലിദല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ. ഇനി തെളിവുണ്ടെന്ന് അവൻ പറഞ്ഞാലോ, തൂലിബ ബിമദ്ദഅഹു മിൻ ദലീൽ, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെളിവുണ്ട് എന്ന് നീ പറയുന്നുവെങ്കിൽ എന്താണ് തെളിവ് എന്ന് നീ അവനോട് ചോദിക്കണം. ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെ അദ്ദേഹം ഓരോന്നോരോന്നായി ഖണ്ഡിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ അവസാനം ചോദിക്കുന്നു, എങ്കിൽ ലിസ്റ്റ് സഹാബികളെ അല്ലേ, അവരെ നീ സ്വീകരിച്ചിട്ടുള്ള തഖ്ലീദ് ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരെക്കാൾ വലുതാരാ? സഹാബികളാണ്. എന്നാൽ ഈ സഹാബികൾ എന്താ സ്വീകരിക്കാത്തത്? അവരോട് ചോദിക്കാനുള്ളത്, നിനക്ക് സഹാബികളിൽ തന്നെ നീ ചില ആളുകൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റു ചില ആളുകളെ നീ ഒഴിവാക്കി എന്നാണല്ലോ വരിക. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നീ ചില സഹാബികളെ സ്വീകരിച്ചു, എന്തുകൊണ്ട് ചില സഹാബികളെ സ്വീകരിച്ചില്ല? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഗണ്ണിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നത് അവസാനത്തെ വാചകം വായിച്ചാൽ മനസ്സിലാവും. എന്താണ്? അല അന്നൽ ഖൗല ലാ യസിഹു ലിഫദ്ലി ഖായിലിഹി, ഒരു വാക്ക് ആ പറഞ്ഞ ആളുടെ ശ്രേഷ്ഠത കൊണ്ട് ശരിയാവുകയില്ല. പറഞ്ഞ ആള് എത്ര വലിയ ആലിമാണെങ്കിലും ശരി, എത്ര വലിയ ഷെയ്ഖാണെങ്കിലും ശരി, അല്ലാമത്തു സമാൻ എന്നോ അല്ലെങ്കിൽ അല്ലാമത്തു അൽ അസ്ർ എന്നോ, ഇങ്ങനെ പല പേരുകളും പല പണ്ഡിതന്മാരെ കുറിച്ച് ഷെയ്ഖു സമാൻ പലതും പറയും, പല വിശേഷണം കൊടുക്കും. എന്ത് പറഞ്ഞാലും ശരി, അയാൾ എത്രത്തോളം ശ്രേഷ്ഠനാണെങ്കിലും ശരി, അയാളുടെ വാക്ക് ലാ യസിഹു, സാധുവാവുകയില്ല. വഇന്നമാ യസിഹു ബിദലാലത്തി ദലീലി അലൈഹി, അയാൾ പറഞ്ഞ തെളിവെന്താണോ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറഞ്ഞ ആളുടെ വാക്ക് ശരിയാവുകയുള്ളൂ. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെയും അതിന്റെ മുമ്പുള്ള ആളുകളെയും അങ്ങനെ പോയി സഹാബി വരെ അദ്ദേഹം ചോദിച്ചു, നീ എന്തുകൊണ്ട് അവരിൽ ചിലരെ മാത്രം തഖ്ലീദ് ചെയ്യുന്നു, ഏത് സഹാബിയെ പോലും? അങ്ങനെ നീ പറയുന്നുവെങ്കിൽ നിനക്കതിന് തെളിവ് വേണം. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നത്, ആരായിരുന്നാലും പറയുന്ന ആളുടെ വാക്കിനല്ല ശ്രേഷ്ഠത, അയാളുടെ വാക്ക് സാധുവായി തീരുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നതാണ്. ഇപ്പൊ ഒരു സഹാബി പറഞ്ഞു എന്ന് വിചാരിക്കുക, മറ്റ് സഹാബികൾ ആരും പറയാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വിഷയം ഒരു സഹാബി പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ? അംഗീകരിക്കേണ്ടതില്ല. ഇതൊരുപാട് പണ്ഡിതന്മാർ വ്യക്തമാക്കിയുള്ള വിഷയമാണ്. നേരത്തെ ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന ഹദീസ് ബുഖാരി മുസ്ലിമിൽ മുത്തഫഖുൻ അലൈഹിയായി വന്നിട്ടുള്ള ഹദീസുകളുടെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഹദീസുകളുടെ സമാഹാരമാണ് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന ഹദീസ്. അതിന് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ ചെയ്തിട്ടുള്ള ഷർഹ്, വുളു എടുക്കുമ്പോ വുളു എടുത്ത ആളുകൾ പരലോകത്ത് ഖുർറം മുഹജ്ജലീൻ, മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരായി വരും. നബി വുളു എടുക്കുന്ന ആളുകൾ ശ്രേഷ്ഠതയെ പറഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെ വുളു എടുക്കുന്ന ആളുകൾ ആ ഹദീസ് പറഞ്ഞിട്ട് അതിന്റെ അവസാനം ഒരു വാചകമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുള്ള അങ്ങനെ ചെറുതിൽ തഹ്ജീൽ, മുഖത്തിന്റെ പ്രകാശവും കൈകാലുകളുടെ പ്രകാശവും ദീർഘിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഫൽയഫ്അൽ, അവൻ അങ്ങനെ ചെയ്യട്ടെ. അതിനു മുമ്പ് ഈ ഖുർറം മുഹജ്ജലീൻ എന്നുള്ള ഭാഗം കൂടി പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. അവിടെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു എന്നാണ്. പക്ഷേ ഈ അവസാനം പറഞ്ഞ മുഖവും കൈയിന്റെയും പ്രകാശം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നവർ വർദ്ധിപ്പിക്കട്ടെ എന്ന വാക്ക് ഹദീസാണ് എന്ന് തെറ്റിദ്ധരിക്കാം. ഹദീസാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ പല ന്യായങ്ങൾ നിരത്തിക്കൊണ്ടവർ പറയുന്നത് ഇത് നബിന്റെ വാചകമല്ല, ബുഖാരിയിൽ മുസ്ലിമിൽ ഉള്ളതാണ്. നേർക്കരെ നോക്കിയാൽ ഇത് ഹദീസാന്ന് തോന്നും. പക്ഷെ ആ വാക്ക് അത് നബിന്റെ വാക്കല്ല, അബൂ ഹുറൈറയുടെ വാക്കാണ്. എന്നിട്ട് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഇജ്തിഹാദാണ്. എന്നിട്ട് നീണ്ട ചർച്ചത്തിന്റെ അവസാനം പറയണേ, ഏതൊരു പടക്കുതിരക്കും കാലിടറാം. ഇതിന്റെ വാക്കല്ല, ഷെയ്ഖ് ഉസൈമീന്റെ വാക്കാണ്. ഏതൊരു പടക്കുതിരക്കും കാലിടറാം. പടക്കുതിര ഏറ്റവും നല്ല മുന്തിയ കുതിരാണ് പടക്കുതിര ഉപയോഗിക്കുക. പടക്കുതിര പോലും കാല് തെറ്റിപ്പോകാം. എന്താ ഇത് പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിന് വേണ്ടി 4 കൊല്ലം നബിന്റെ പിന്നാലെ നടന്ന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. പക്ഷേ ഈ ഹദീസിന്റെ വിഷയത്തിലെ പടക്കുതിരയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ അവിടെ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞത് നബിന്റെ വാക്കല്ല, ഇജ്തിഹാദാണ്. അബൂ ഹുറൈറ ഇജ്തിഹാദാണ് എന്ന് മുസ്ലിം പറഞ്ഞു കാണാം. അപ്പൊ എന്താ അത് സ്വീകരിക്കേണ്ടതില്ല? കാരണം എന്താ? ആ പറഞ്ഞതിന്
ഉതിർക്കുന്ന ആളുകളുടെ മുഖവും കയ്യും കാലും പ്രകാശിക്കും. അപ്പൊ ആ പ്രകാശം കൂട്ടാൻ വേണ്ടി മേലോട്ട് കയറ്റി കഴുകാൻ വേറെ തെളിവില്ല. അപ്പൊ ഈ നെയ് പറഞ്ഞതോ അത് അബൂ ഹുറൈറയുടെ ഇജ്തിഹാദ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പിഴവ്, അതുകൊണ്ട് അത് ദീനിൽ തെളിവല്ല, അത് സ്വീകരിക്കേണ്ടതില്ല. അപ്പൊ ഇവിടെ ആരെയാ തള്ളിയത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് തള്ളി? നേരത്തെ പറഞ്ഞ ഖാലല്ലാഹ് ഖാല റസൂൽ, അള്ളാഹു പറഞ്ഞത് നബി പറഞ്ഞത് സഹാബത്ത് പറഞ്ഞതാണ് തെളിവ്. അപ്പൊ അബൂ ഹുറൈറ സഹാബിയല്ലേ? അബൂ ഹുറൈറ സഹാബത്തല്ല, സഹാബിയാണ്. എന്നാൽ ഒരു സഹാബിയാണ്. സഹാബികൾ ഒന്നായി പറഞ്ഞ കാര്യമല്ല. ഈ ഇതനുസരിച്ച് വേറെ ആരും അമൽ ചെയ്തിട്ടില്ല, വേറെ ഹദീസ് തെളിവ് അതിനില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരുടെ വാക്കിനെ ഒഴിവാക്കി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള മുത്തഫഖുൻ അലൈഹി എന്ന് പറയാവുന്ന ഈ വാക്കിനെ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഒഴിവാക്കി. എന്താ കാരണം? ഇത് നേരത്തെ പറഞ്ഞ ആ ഇൽമല്ല, തെളിവിനെയാണ് നോക്കേണ്ടത്. മരിച്ചിട്ട് ഖബറിന്റെ അടുത്ത് തസ്ബീത്ത് ചെല്ലും. തസ്ബീത്ത് ചെല്ലുമ്പോൾ സാധാരണ എത്ര സമയം തസ്ബീത്തില്ല? മുമ്പൊക്കെ 20 മിനിറ്റ് ആയിരുന്നു. 20 മിനിറ്റ് പോയിട്ട് ഇപ്പൊ അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന അത്ര സമയം മയ്യത്തിനടുക്കൽ നിന്ന് തസ്ബീത്ത് ചെല്ലണം. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ ബുഖാരി. മുസ്ലിം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിയാദുസ് സാലിഹീൻ ഹദീസ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒട്ടകത്തെ അറുത്ത് വാരുന്നത് വരെ തസ്ബീത്ത് ചെല്ലുന്നത്. ഇത്ര സമയം, ഈ പറഞ്ഞ സമയം തസ്ബീത്ത് ചെല്ലണം എന്നത് സ്ഥിരപ്പെട്ട ഹദീസിലുണ്ട്. പക്ഷെ അത് നബി പറഞ്ഞതാണോ? അല്ല. ഈ വിഷയത്തിലും ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ, അതുപോലെ തന്നെ ഇബ്നു ബാസ്, ഇവരൊക്കെ പറഞ്ഞത് കാണാം. ഉസൈമീൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖുറാഫികൾ ഈ വാചകം എടുത്ത് തെളിവാക്കലുണ്ട്. ഇത് മാത്രമല്ല, അതിനോട് ചേർന്നുള്ള ചില വാചകൾ, ഖബറിലുള്ള ആള്, പുറത്തുള്ള ആൾക്കാർ ഇത് കേൾക്കും, അയാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, ഖബറിലുള്ള ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടും എന്നൊക്കെ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ എടുത്തു പിടിച്ചുകൊണ്ട് ഖുറാഫികൾ തെളിവാക്കാറുണ്ട്. പക്ഷെ അവിടെ ഉസൈമീൻ പറഞ്ഞ എന്താ? ഇത് അംറുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അംറുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദാണ്. ഇത് നബി പറഞ്ഞ കാര്യമല്ല, നബി പഠിപ്പിച്ചതല്ല, വേറെ സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖബറിന്റെ അടുക്കൽ തസ്ബീത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ, കൂടി വന്നാൽ 3 വട്ടം ഇത് അല്ലാഹുമ്മ സബ്ബിത്ഹു ബിൽ ഖൗലി സാബിത് അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹം. അതാണ് ഖുർആനോട് ചോദിച്ച തസ്ബീത്ത്. നമ്മൾ ചെല്ലുന്ന തസ്ബീത്ത് ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. അതാരോ ഉണ്ടാക്കിയതാണ്. എന്താണ്? നിങ്ങൾ ഖബറിലുള്ള ആള് ചോദ്യം ചെയ്യപ്പെടുന്നു, അതുകൊണ്ട് അയാൾക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കുക, പൊറുക്കലിനെ തേടുക എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 കാര്യം ചോദിക്കുന്നുണ്ട്. ഒന്ന് തസ്ബീത്ത്, അതിനാണ് അല്ലാഹുമ്മ സബ്ബിത്ഹു. പിന്നെ അവിടെ ബിൽ ഖൗലി സാബിത്ത് എന്നുള്ളത് ഖുർആനിൽ ഖൗലു സാബിത്ത് കൊണ്ട്, ഖൗലു സാബിത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് ഞാൻ സ്ഥിരപ്പെടുത്തും, ഉറപ്പിച്ചു നിർത്തുമെന്ന് ഖുർആൻ പറഞ്ഞ വാഗ്ദാനാണ്. അപ്പൊ അതിനുവേണ്ടി അല്ലാഹുമ്മ സബ്ബിത്ഹു ബിൽ ഖൗലി സാബിത്ത് അല്ലാഹുമ്മഗ്ഫിർ ലഹു, വേണമെങ്കിൽ അവിടെ വർഹംഹു. ഇത് ഒരു 3 വട്ടം പറഞ്ഞാൽ തസ്ബീത്ത് പൂർത്തി. അത്രേ പറയേണ്ടതുള്ളൂ. ഒട്ടകത്തിനടുത്ത് വാരുന്ന സമയം അത്രയും തസ്ബീത്ത് ചെല്ലുക എന്നത് ദീനിൽ തെളിവുള്ള വിഷയമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇപ്പറഞ്ഞത് സഹാബി അല്ലാത്തത് കൊണ്ടോ, അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടാത്തത് കൊണ്ടോ, അതിന്റെ സനദിൽ തകരാറുള്ളത് കൊണ്ടോ അല്ല. പിന്നെന്താണ്? അത് നബി പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിനോട്, വാക്കിനോട്, ഹുജ്ജത്തിനോട് അത് യോജിക്കുന്നില്ല. അപ്പൊ ഒരു സഹാബി പറഞ്ഞാൽ തെളിവാകുമോ? ആകും. എപ്പോഴും ഖുർആനോ ഹദീസിനോ മറ്റ് സഹാബികളുടെ വാക്കിനെതിരല്ലെങ്കിൽ. ഇവിടെ ഇത് ഖുർആൻ തെളിവില്ല, ഹദീസ് തെളിവില്ല, വേറെ സഹാബികൾ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇനി അംറുൽ വാസ് പറഞ്ഞ വസിയത്ത് തന്നെ അവിടെ സഹാബികൾ നടപ്പിലാക്കി ഈ പറഞ്ഞതുപോലെ ചെയ്തോ എന്നതിനും വേറെ രേഖല്ല. അപ്പൊ ഇതാണ് ഇത്തിബാ എന്താണ്, തഖ്ലീദ് എന്താണ് എന്ന് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ ഖുറാഫികൾക്കും ആ വിഷയത്തിൽ മറുപടി പറയാൻ കഴിയും. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ്. അതനുസരിച്ച് ഖബറിലെ ആളെ വിളിച്ചാൽ അയാൾക്ക് അവിടെ ഉൻസ്, ഇണക്കം കിട്ടും.